ഇല്ല, അത് വാസ്തവത്തിൽ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ രാഷ്ട്രീയമായിട്ട് വലിയ തോതിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും നേരിടുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ BJP വലിയ തകർച്ചയിലാണ്. കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാവും എന്നല്ല ഞാൻ കാണുന്നത്. വാസ്തവത്തിൽ കോൺഗ്രസ്സിന് ഇതേ ആഭ്യന്തര പ്രശ്നമുണ്ട്. തൽക്കാലം അത് കോൺഗ്രസ്സിലേക്ക് പോയിന്നേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ പ്രമുഖരായ പല നേതാക്കന്മാരും കോൺഗ്രസിൽ നിന്ന് പോകുന്നതും കാണുന്നു. അപ്പോൾ ഈ രണ്ട് മുന്നണികളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. പാലക്കാട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുണ്ടായ ധാരാളം പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിനകത്ത്. അപ്പോൾ അത് ഇവർക്ക് ഈ രണ്ടു പേരും പാലക്കാട് രാഷ്ട്രീയമായി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ വോട്ട് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇവരെ വിശ്വസിക്കാൻ കൊള്ളത് സ്റ്റെബിലിറ്റി ഇല്ല, പരസ്പരം ഇൻഫൈറ്റിംഗ് ആണെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് BJPയുടെ വലിയ തകർച്ച കാണിക്കുന്നതാണ്. പക്ഷേ കോൺഗ്രസ് വലിയ തോതിൽ തകർച്ച നേരിടുന്നതുകൊണ്ടാണ് അതിൽ നിന്ന് ധാരാളം ആളുകൾ നേരത്തെ പുറത്തേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കരുത്തും സംഘടനാബലവുമാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് എത്തിച്ചത്. അങ്ങനെ വലിയ കരുത്തും സംഘടനാബലവും ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ അതിൽ നിന്നുള്ള ആളുകൾ പോകുന്നത് എന്താ? കോൺഗ്രസിലെ നേതാക്കൾക്ക് പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും വലിയ കരുത്തായതുകൊണ്ടാണോ പല നേതാക്കന്മാരും കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോയതും സരിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് പോയത്? അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയല്ല പറയുന്നത്. എന്തായാലും അങ്ങനെ പ്രതീക്ഷിച്ച് ആളുകളുടെ സ്വഭാവം നോക്കാതെ അല്ലെങ്കിൽ എങ്ങനെ നോക്കും എന്നുള്ളത് അറിയാതൊന്നും അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. ക്ഷണിക്കുന്നതും ക്ഷണിക്കാത്ത പ്രശ്നം വന്നില്ല. ഇപ്പോൾ ഒരു പാർട്ടിക്കകത്തൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായി എന്നറിഞ്ഞാൽ ഉടനെ പോയിട്ട് ക്ഷണിക്കുക എന്നുള്ളത് CPMൻ്റെ രീതിയല്ല. ഒരു പാർട്ടിക്കകത്തൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആളെടുക്കുന്ന നിലപാട് എന്താണെന്ന് നോക്കിയിട്ടാണ് സാധാരണ CPMുമായിട്ട് സഹകരിക്കുക. ധാരാളം ആളുകൾ നമ്മുടെ ഇവിടെയും സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ പ്രശ്നമുള്ളപ്പോൾ അതിനകത്ത് പോയി ചെയ്യുക എന്നുള്ള രീതിയല്ല. അതുകൊണ്ട് ക്ഷണിക്കുന്ന പ്രശ്നം വന്നിട്ടില്ല. പാലക്കാടിന് CPM വിജയം ഉണ്ടാകും. ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നതാണല്ലോ. BJPക്കകത്ത് BJPയിൽ എന്തായാലും വലിയ അപകടമാണെന്നുള്ളത് വ്യക്തമായി. കോൺഗ്രസിനകത്തുനിന്ന് ഓരോ മണ്ഡലം പ്രസിഡന്റുമാരും മണ്ഡലം ഭാരവാഹികളും രാജിവെച്ച് പുറത്തേക്ക് വരുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശകരമായ ആദ്യഘട്ടത്തിൽ പലരും പ്രവചിക്കാത്ത തരത്തിലേക്ക് ഉജ്ജ്വലമായ വിജയം പാലക്കാട് LDFനുണ്ടാവും.